2005 ആദ്യമായിട്ട് പഞ്ചായത്ത് മെമ്പറായപ്പോൾ 100ഓളം വീടുകൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ പടിഞ്ഞാറ്റുമല കുടിവെള്ള പദ്ധതി നടപ്പാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം മാഞ്ഞൂക്കുളം കുടിവെള്ള പദ്ധതി 50ഓളം വീടുകൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ പൂർത്തീകരിച്ചു. പള്ളിക്കുന്ന് കുടിവെള്ള പദ്ധതി 50ഓളം വീടുകൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ചീരംകുളം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 20ഓളം വീടുകൾ 4-ാം വാർഡിലെ 20ഓളം വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കുവാനായിട്ട് സാധിച്ചു. കുന്നുംപുറം കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതിലൂടെ വാർഡിലെ 50ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി എത്തിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ കാപ്പുകയം കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ഏകദേശം 250ഓളം വീടുകൾ മൊത്തം 6 കുടിവെള്ള പദ്ധതിയുടെ കീഴിലായിട്ട് കുടിവെള്ളം സ്ഥിരമായിട്ട് ലഭിക്കുന്ന അവസ്ഥ ഈ വാർഡിൽ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ 3 ടേമിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ 51ഓളം വീടുകൾ EMS ഭവന പദ്ധതി, IAY ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ 3 പദ്ധതികളിലായി 51ഓളം വീടുകൾ വാർഡിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ആളുറുമ്പ് കാളകെട്ടി റോഡ് PWDയിൽ ഏറ്റെടുപ്പിക്കുന്നതിനും കാരക്കുളം പിണ്ണാക്കനാട് റോഡ് PWDയിൽ ഏറ്റെടുപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും അത് യാഥാർത്ഥ്യമാക്കുവാനും സാധിച്ചു. കൂടാതെ കുരുവിക്കൂട് മുതൽ മാഞ്ഞൂക്കുളം വരെയുള്ള PWD റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഇട റോഡുകളിൽ ആളുറുമ്പ് കാളകെട്ട് റോഡ്, കാരക്കുളം നടപ്പുറവ് റോഡ് തുടങ്ങിയ റോഡുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക് ബൾബുകളും മറ്റ് വിവിധ സ്ഥലങ്ങളിലും ഓട്ടോമാറ്റിക് ബൾബുകൾ സ്ഥാപിച്ച് രാത്രികാലങ്ങളിലുള്ള ഇരുട്ടിനെ അകറ്റുന്നതിന് സാധിക്കുകയുണ്ടായി. കൂടാതെ കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ പക്ഷപാതമില്ലാതെ അഴിമതിരഹിതമായിട്ട് അർഹരിൽ ആനുകൂല്യങ്ങൾ യഥാസമയം കൃത്യമായിട്ട് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വ്യക്തിഗത ഗുണഭോക്താക്കളായ വീട് മെയിൻ്റനൻസ് പദ്ധതി 100ഓളം കുടുംബങ്ങൾ വീട് മെയിൻ്റനൻസ് പദ്ധതിയിൽ അവർക്ക് അതിന് പ്രയോജനം ലഭിക്കുകയുണ്ടായി. അഗതികൾക്ക് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണ പദ്ധതി, കക്കൂസ് മെയിൻ്റനൻസ് പദ്ധതികൾ, അംഗൻവാടി ഇല്ലാതിരുന്ന ആളുറുമ്പ് കേന്ദ്രമാക്കിയുള്ള 29-ാം നമ്പർ അംഗൻവാടിക്ക് കെട്ടിടമില്ലായിരുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും കുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നതിനുമായിട്ട് സാധിച്ചു. അതുപോലെ വാർഡിലെ വിവിധ 6ഓളം റോഡുകൾ പുതുതായിട്ട് നിർമ്മിക്കുന്നതിനുമായിട്ട് ഈ റോഡുകളെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്നതിനും സാധിച്ചു. നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ടാറിംഗ് റോഡുകൾ കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് നടത്തുന്നതിനും പുതുതായിട്ട് നേരത്തെ കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ റീകോൺക്രീറ്റിംഗ് നടത്തി നവീകരിക്കുന്നതിനും ഫണ്ടുകൾ വിനിയോഗിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ വളരെ വേദനാജനകമായൊരു കാര്യമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന അമോണിയം പ്ലാന്റിനെ കുറിച്ചുള്ള വിവാദങ്ങൾ, അമോണിയം പ്ലാന്റിനെ കുറിച്ചുള്ള അപേക്ഷകൾ പഞ്ചായത്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറായ കാര്യം ഒരു ആക്ഷേപമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി അതിനുവേണ്ടി ഒരു 5-അംഗ ഉപസമിതിയെ അതിൻ്റെ അന്വേഷണത്തിനായിട്ട് വെക്കുകയും അവരത് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ ആളുകൾക്ക് ദോഷകരമായി ഭവിക്കുമെന്നുള്ള രീതിയിൽ സ്കൂളുകൾക്ക്, ജലസ്രോതസ്സുകൾക്ക്, ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കെല്ലാം ദോഷകരമായി അവസ്ഥ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിയുടെ ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അതിന് അനുമതി നിഷേധിച്ച സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ അത് തെറ്റിദ്ധരിപ്പിക്കാനുണ്ടാക്കുന്ന വിധത്തിൽ ഭവന സന്ദർശന വേളയിൽ സൂചിപ്പിക്കുകയും താൻ മാത്രമാണ് അതിനെ എതിർത്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തനത്തിന് വേണ്ടി അനുമതിക്ക് അപേക്ഷിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാത്ത ആൾ പിന്നീട് സമരവുമായിട്ട് മുൻപോട്ട് വരികയും ഫാക്ടറി ഉടമസ്ഥരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്ത സാഹചര്യം ദർശിക്കുവാനായിട്ട് സാധിച്ചു. അത്തരത്തിലുള്ള ആൾക്കാരുടെ കാപട്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ എന്നും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് ഇലക്ഷനിൽ മത്സരിക്കുന്ന ചില ആൾക്കാർ മുൻകാലങ്ങളിൽ മെമ്പറായിരുന്ന വാർഡുകളിലൂടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പര്യടന വേളയിൽ പോകുവാനും അപ്പോൾ അവിടുത്തെ റോഡുകളുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. 7-ാം മൈൽ പാമ്പോലി റോഡ്, വട്ടന്താനം തിയേറ്റർ പടി വട്ടന്താനം റോഡ്, പാമ്പോലി നടപ്പുറവ് റോഡ് തുടങ്ങിയ റോഡുകളുടെ ശോച്യാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി.
അത്തരത്തിൽ സ്വന്തം വാർഡിലെ വികസനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥി, അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയുള്ള സ്ഥാനാർത്ഥി മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഈ വാർഡിലേക്ക് കടന്നു വരികയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതിൻ്റെയും പിന്നിലുള്ള ഗൂഢശ്രമം മനസ്സിലാക്കുകയും സ്ഥാനാർത്ഥിയുടെ കാപട്യം മനസ്സിലാക്കി വോട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്ന് മാത്രം ഈ നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം എന്നെ വിജയിപ്പിച്ചാൽ എന്നും നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി യാതൊരുവിധ അഴിമതിയും സ്വജനപക്ഷപാതവുമില്ലാതെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശിസ്സുകൾ യാചിച്ചുകൊണ്ട് 2 ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി എന്നെയും എൻ്റെ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാജീവ് ശ്രീധരനും 2 അടയാളത്തിലും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പെണ്ണമ്മ ജോസഫിനും 2 അടയാളത്തിലും, ബാക്കി പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ മുഴുവനും വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.